Good morning, students. We are going to discuss about the topic environmental sex determination. How the environment affects the sex of the animals. This is the thing we are going to discuss in this class. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയറമെൻറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എങ്ങനെയാണ് എൻവയറമെൻറ്റ് ഒരു എനിമലിൻ്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻവയറമെൻറ്റ് എങ്ങനെയാണ് ഒരു എനിമലിൻ്റെ സെക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. So in several animals, sexual differentiation is determined by environmental factors. In different animals, different environmental factors play this role. Some important factors are association with females, egg size and incubation temperature. So several environmental factors influence the sexual differentiation in animals, and they play an important role in the determining the sex of the animals. And some important factors are association with females, egg size and incubation temperature. അപ്പോൾ പല ഫാക്ടേഴ്സും അല്ലെങ്കിൽ എൻവയറമെൻറ്റിലുള്ള പല ഫാക്ടേഴ്സും ഒരു എനിമലിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടുള്ള 3 ഫാക്ടേഴ്സാണ്. അസോസിയേഷൻ വിത്ത് ഫീമെയിൽസ്, എഗ് സൈസ് ആൻഡ് ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻവയറമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനിമലിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ 3 ഫാക്ടേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് അസോസിയേഷൻ വിത്ത് ഫീമെയിൽ, എഗ് സൈസ് ആൻഡ് ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ. ഫസ്റ്റ്, അസോസിയേഷൻ വിത്ത് ഫീമെയിൽസ്. The larvae of the sea worm Bonilia are sexually undifferentiated, and those larvae that attach to the proboscis of female worm develop into males, and in contrast those larvae that do not attach to female worms and remain free living developing into females. So association with females is the first factor we are going to discuss in this class. So the larvae of the sea worm Bonilia is a sea worm Bonilia is a worm which is found in the seas. Their larvae is sexually undifferentiated, and those larvae which attach with the proboscis of the female will develop into male, and those larvae that does not attach with the proboscis of the female or free living develop into females. So this is a figure showing the sexual differentiation in Bonilia. So the in the case of sea worm Bonilia, the larvae are sexually undifferentiated, but those larvae that attach to the proboscis of female will develop into male, and those larvae that are free living will develop into females. അപ്പോൾ എൻവയറമെൻറ്റ് എങ്ങനെയാണ് ഒരു എനിമലിൻ്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാക്ടർ അറ്റാച്ച്മെൻറ്റ് ടു ഫീമെയിലാണ്. അപ്പോൾ അല്ലെങ്കിൽ അസോസിയേഷൻ വിത്ത് ഫീമെയിൽസ് ആണ്. അപ്പോൾ ഫീമെയിൽസ് ആയിട്ടുള്ള അസോസിയേഷൻ എങ്ങനെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കടലിൽ കാണുന്ന ഒരു ടൈപ്പ് ലാർവയാണ് ബൊണീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ബൊണീലിയ എന്ന് പറയുന്നത് കടലിൽ കാണുന്ന ഒരു ടൈപ്പ് പുഴുവിൻ്റെ ലാർവയാണ്. അപ്പോൾ കടലിൽ കാണുന്ന ഒരു ടൈപ്പ് വേമാണ് ബൊണീലിയ എന്ന് പറയുന്നത്. ഈ ബൊണീലിയൻ്റെ ലാർവയെ സെക്ഷലി അൺഡിഫറൻഷിയേറ്റഡ് സ്റ്റേജിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ബൊണീലിയൻ്റെ ലാർവ ഉണ്ടാകുന്ന സമയത്ത് അത് സെക്ഷലി അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. അതായത് അത് മെയിലും ആയിട്ടുണ്ടാവില്ല, ഫീമെയിലും ആയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ മെയിലും ഫീമെയിലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തൊരു സ്റ്റേറ്റിലായിരിക്കും ബൊണീലിയൻ്റെ ലാർവ ആദ്യം ഉണ്ടാകാം. ഈ സെക്ഷലി അൺഡിഫറൻഷിയേറ്റഡ് ലാർവെ ചില സമയത്ത് ഫീമെയിലിൻ്റെ ഒരു ഓർഗനായ പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ ഫീമെയിലിൻ്റെ പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്ത സെക്ഷലി അൺഡിഫറൻഷിയേറ്റഡ് ചെയ്ത ലാർവെ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. ഫ്രീ ലിവിങ് ആയിട്ടുള്ള ലാർവെ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. ആദ്യത്തെ ഫാക്ടറാണ് അസോസിയേഷൻ വിത്ത് ഫീമെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമ്പിളാണ് ബൊണീലിയ എന്ന് പറയുന്നത് കടലിൽ കാണുന്ന ഒരു ടൈപ്പ് വേമാണ് ബൊണീലിയ എന്ന് പറയുന്നത്. ഈ ബൊണീലിയ എന്ത് ചെയ്യും? ഈ ബൊണീലിയ എൻ്റെ ലാർവ എന്ന് പറയുന്നത് സെക്ഷലി അൺഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. അതായത് അത് മെയിലും ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലാർവയെ ചില സമയം ഫീമെയിലിൻ്റെ പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്യും.
അപ്പോൾ ഫീമെയിലിൻ്റെ പ്രൊബോസിസിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിലായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. അല്ല, അറ്റാച്ച് ചെയ്യാതെ ഫ്രീ ലിവിങ് ആയിട്ടാണ് ആ ലാർവ ഉള്ളതെങ്കിൽ അത് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഫിഗർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫാക്ടർ ഇസ് egg size. In the case of another sea worm, Dinophilus, the size of the egg appeared to determine the sex of the animals developing from them. The animals developed from the eggs of relatively larger size are females, while those obtained from comparatively smaller eggs are males. അപ്പോൾ എഗ് സൈസ് ഒരു എനിമലിൻ്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സീ വേം ഡൈനോഫിലസ്. അപ്പോൾ ഈ സീ വേം ഡൈനോഫിലസിൻ്റെ എഗ് സൈസ് ആ എനിമലിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാർജ് എഗ് ആണെങ്കിൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക ഫീമെയിൽസ് ആയിരിക്കും, സ്മോൾ എഗ് ആണെങ്കിൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക മെയിൽസ് ആയിരിക്കും. അപ്പോൾ എഗ് സൈസ് എങ്ങനെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൊണീലേനെ പോലെ തന്നെ വേറൊരു സീവേമാണ് ഡൈനോഫിലസ്. അപ്പോൾ ഈ ഡൈനോഫിലസിൽ എഗ് സൈസ് ആണ് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ വലിയ എഗ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാകുക ഫീമെയിൽ ആയിരിക്കും, ചെറിയ എഗ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാകുക മെയിൽ ആയിരിക്കും. അപ്പോൾ വലിയ എഗ്ഗ് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും, ചെറിയ എഗ്ഗ് മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതങ്ങനെയാണ് എഗ് സൈസ് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാക്ടർ ഇസ് ദി ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ. ഇൻ സം എനിമൽസ് ലൈക്ക് ടർട്ടിൽസ്, alligators and crocodiles etc., the temperature of the egg incubation has a critical effect on the sex of developing embryos. ഇപ്പോൾ ചില എനിമൽസ് ഉണ്ട്, മുട്ടയിടുന്ന എനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ് ആണ് മുട്ടയിടുന്നത്. അതിൽ മെയിൻലി വരുന്ന ടർട്ടൈൽസ്, അതായത് ആമ, പിന്നെ അലിഗേറ്റേഴ്സ് ആൻഡ് ക്രോക്കഡൈൽസ്, അത് മുതല. ഇതിൻ്റെ ഒക്കെ എഗ്ഗ് ഇൻക്യുബേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് ആ കുട്ടീൻ്റെ സെക്സ് ഉണ്ടാകുക. അപ്പോൾ ഈ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ, അതായത് ഈ എഗ്ഗിൻ്റെ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ആ എഗ്ഗിൽ നിന്നുണ്ടാകുന്ന കുട്ടീൻ്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇൻ സം കേസസ് ദാറ്റ് ഈസ് ഹൈ 30 to 35 degrees Celsius incubation temperature yield only females, while low 23 to 28 degree temperature produces only males. Intermediate temperature produce both males and females. ഇപ്പോൾ ചില കേസസിൽ ഹൈ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ, അതായത് 30 to 35 degree Celsius ഫീമെയിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, ലോ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ മെയിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ രണ്ടാളെയും പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഇൻ അതർ കേസസ് ഹൈ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഗിവ്സ് മെയിൽ, വൈൽ ലോ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഗിവ്സ് ഫീമെയിൽസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ഗിവ് ബോത്ത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഹൈ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഫീമെയിൽ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്, രണ്ടാമത്തെ കേസിൽ ഹൈ ഇൻക്യുബേഷൻ ടെമ്പറേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്തത് മെയിൽസ് ആണ്. ആദ്യത്തെ കേസിൽ ലോ ഇൻക്യുബേഷൻ ടെമ്പറേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്ത് മെയിൽസ് ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ ലോ ഇൻക്യുബേഷൻ ടെമ്പറേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഫീമെയിൽസ് ആണ്. ഇൻ ദി തേർഡ് കേസ് ഓൺലി ഫീമെയിൽസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ബോത്ത് ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ മൂന്നാമത്തെ കേസിൽ എന്താണ്, ടെമ്പറേച്ചർ ലോ ആയാലും ഹൈ ആയാലും ഫീമെയിൽസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. അപ്പോൾ എഗ്ഗിൻ്റെ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന കുട്ടീൻ്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ചില റെപ്റ്റൈൽസ് ലൈക്ക് ക്രോക്കഡൈൽസ്, ടർട്ടൈൽസ്, അലിഗേറ്റേഴ്സ് എക്സെട്ര. ഇപ്പോൾ ചില ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈ ഇൻക്യുബേഷൻ ടെമ്പറേച്ചറിൽ ഫീമെയിൽസും ലോ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ മെയിൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തെ അവസ്ഥയിൽ ഹൈ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ മെയിൽസും ലോ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഫീമെയിൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തെ ഏത് ടെമ്പറേച്ചർ ആയാലും ഫീമെയിൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ്, എൻവയറമെൻറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ പ്ലാന്റ്സ്. In some plants, either sex determination is due to the environment or it is greatly affected by the environment. In the case of equisetum plants, growing under optimum conditions develop as female, while those grown under adverse conditions become males. And in many other plants like melon, cucumber, cannabis, etc., the sex of the flower is affected by many environmental factors such as temperature, day length, ethylene, gibberellic acid, some ions, etc. In general, treatment with ethylene or gibberellic acid induces the development of only female flowers. അപ്പോൾ എങ്ങനെയാണ് എൻവയറമെൻറ്റ് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്ലാന്റ്സിൽ എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എനിമൽസിൻ്റെ കേസായിരുന്നു, അതായത് അസോസിയേഷൻ വിത്ത് ഫീമെയിൽസ്, എഗ് സൈസ്, പിന്നെ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ. ഇത് മൂന്നും എനിമൽസിൻ്റെ കേസാണ്. ഇനി പ്ലാന്റ്സിൽ എങ്ങനെയാണ് എൻവയറമെൻറ്റ് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. പ്ലാന്റ്സിൽ നിങ്ങൾക്കറിയാം മെയിൽ ഫ്ലവർ ഉണ്ടാവും, ഫീമെയിൽ പ്ലാന്റ് ഉണ്ടാവും, മെയിൽ പ്ലാന്റും ഉണ്ടാവും ചില പ്ലാന്റ്സിന്.
അപ്പോൾ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇക്വിസിസ്റ്റം പ്ലാന്റ്സിൻ്റെ കേസിൽ ഒപ്റ്റിമം കണ്ടീഷൻ, അതായത് ഫേവറബിൾ കണ്ടീഷനിൽ ഗ്രോ ചെയ്യുന്ന ഇക്വിസിസ്റ്റം പ്ലാന്റ്സ് ഫീമെയിൽ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. അഡ്വേഴ്സ്ഡ് കണ്ടീഷൻ, അതായത് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഗ്രോ ചെയ്യുന്ന ഇക്വിസിസ്റ്റം പ്ലാന്റ്സ് മെയിൽസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ചില പ്ലാന്റ്സ് ഉണ്ട് ലൈക്ക് മെലൻ, കുക്കുംബർ, കനാബിസ് എക്സെട്ര. അതിൽ സെക്സ് എഫക്റ്റ് ചെയ്യുന്നത് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സാണ്, ലൈക്ക് ടെമ്പറേച്ചർ, ഡേ ലെങ്ത്, എത്തിലിൻ ഗ്ലിബറിക് എന്ന് പറയുന്നത് പ്ലാന്റ് ഹോർമോൺസ് ആണ്. പിന്നെ സം അയോൺസ് ലൈക്ക് കാൽഷ്യം, മെഗ്നീഷ്യം എക്സെട്ര. അപ്പോൾ ഇക്വിസിസ്റ്റം പ്ലാന്റ്സിൻ്റെ കേസിൽ ഫേവറബിൾ കണ്ടീഷൻസിൽ അത് ഫീമെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും, അൺഫേവറബിൾ കണ്ടീഷൻസിന് മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. പിന്നെ മെലൻ, കുക്കുംബർ, കനാബിസ് ഇവരെല്ലാം കേസിൽ അതിന് എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ഡേ ലെങ്ത്, എത്തിലിൻ ഗ്ലിബറിക് ആസിഡ്, അയോൺസ് എക്സെട്ര അതൊക്കെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സെക്സിനെ. അപ്പം താങ്ക് യു.